നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 6-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന 2000 രൂപ നോട്ടുകളുടെ 98.45% ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിയതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു. 2023 മെയ് 19 നോട്ടുകൾ പിൻവലിക്കാൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏകദേശം 3.56 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2026 മാർച്ച് 31 ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇതിൻ്റെ മൂല്യം 5501 കോടി രൂപയായിട്ട് ഗണ്യമായിട്ട് കുറഞ്ഞുവെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. നിലവിൽ വിപണിയിലുള്ള നോട്ടുകൾക്ക് നിയമസാധുത തുടരുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ബാങ്കുകൾ നേരിട്ട് നോട്ടുകൾ സ്വീകരിക്കുന്ന കാലാവധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ 19 ഇഷ്യൂ ഓഫീസുകൾ വഴി ഈ നോട്ടുകൾ മാറുന്നതിനോ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനോ ഉള്ള സൗകര്യം ഇപ്പോഴും ലഭ്യമാണ്. വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾ പോസ്റ്റ് ഓഫീസുകൾ വഴി RBI ഇഷ്യൂ ഓഫീസുകളിലേക്ക് അയച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട്. 2023 ഒക്ടോബർ മുതൽ RBI ഓഫീസുകളിൽ നേരിട്ട് നോട്ടുകൾ സ്വീകരിക്കാനുള്ള പ്രത്യേക സൗകര്യം കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപണിയിൽ നിന്ന് നോട്ടുകളൊക്കെ തന്നെ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ തിരിച്ചെത്തിയെങ്കിലും ശേഷിക്കുന്ന നോട്ടുകൾ കൂടി ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് റിസർവ് ബാങ്ക് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ദേശീയപാതകളിലെ ടോൾ ബൂത്തുകളിൽ കറൻസി ഇടപാടുകൾ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുന്നതിനായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഇരട്ടി തുക പണമായിട്ട് നൽകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഏപ്രിൽ 10 മുതൽ ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ ബൂത്തുകളിൽ എത്തുന്ന വാഹനങ്ങളൊക്കെ തന്നെ UPI വഴി പണമടച്ചാൽ സാധാരണ നിരക്കിനൊപ്പം തന്നെ 25% അധികം നൽകിയാൽ മതിയാകും. ഉദാഹരണത്തിന് ടോൾ നിരക്ക് 100 രൂപയാണെങ്കിൽ UPI വഴി 125 രൂപ നൽകി യാത്ര തുടരാം. നിലവിൽ ഇത്തരം വാഹനങ്ങളിൽ നിന്ന് ഇരട്ടി തുക 200 രൂപ ഈടാക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡിജിറ്റൽ ഇടപാടുകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കാനുമാണ് ഈ ഒരു മാറ്റം. ഫാസ്ടാഗ് ഉപയോഗിക്കാത്തവർ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാർഗങ്ങളിലേക്ക് മാറാനായിട്ട് ഈ തീരുമാനം പ്രേരണയാകുമെന്ന് മന്ത്രാലയം വിലയിരുത്തുന്നു. 2008 ദേശീയപാത നിരക്ക് നിർണയ ചട്ടങ്ങളിലൊക്കെ തന്നെ ഭേദഗതി വരുത്തിയാണ് പുതിയ നിർദ്ദേശം പുറത്തിറക്കിയത്. ഏപ്രിൽ 2 പുറത്തിറക്കിയ ഈ ഉത്തരവ് രാജ്യത്തുടനീളം നടപ്പിലാക്കുമെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. LPG വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ എല്ലാ മേഖലകളിലേക്കും LPG വിതരണം കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തീരുമാനിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണിത്. അടുത്തയാഴ്ചയുടെ നിലവിൽ ബുക്കിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ ഇന്ധനം ലഭ്യമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങളുടെ പ്രദേശത്തെ വിതരണമൊക്കെ തന്നെ വൈകുകയും എന്നാൽ സിലിണ്ടറുകളൊക്കെ തീരുകയും ചെയ്ത സാഹചര്യമാണെങ്കിൽ 45 ദിവസത്തെ ഇടവേള കഴിഞ്ഞവർക്ക് ഏജൻസികളിൽ നിന്നും നേരിട്ട് സിലിണ്ടർ കൈപ്പറ്റാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അന്വേഷിക്കാവുന്നതാണ്. ഏജൻസികളിൽ നിന്ന് നേരിട്ട് സിലിണ്ടർ വാങ്ങുമ്പോൾ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ നിരക്കായിട്ടുള്ള 922 രൂപ മാത്രം നൽകിയാൽ മതിയാകും. അധിക ചാർജുകളൊന്നും തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഈടാക്കുന്നതല്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന മാർഗ്ഗദീപം സ്കോളർഷിപ്പിൻ്റെ വിതരണ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ തങ്ങളുടെ സ്കോളർഷിപ്പ് അപേക്ഷയുടെ നിലവിലത്തെ അവസ്ഥ, സ്റ്റാറ്റസ് പോർട്ടൽ വഴി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അപേക്ഷകർ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അത് പ്രവർത്തന സജ്ജമാണെന്നും കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് കൈമാറുന്ന DBT, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനത്തിലൂടെയാണ് ഈ സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അക്കൗണ്ടിൽ KYC നടപടികളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നത് ഈ തുക തടസ്സമില്ലാതെ ലഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ആനുകൂല്യം എത്രയും വേഗം തന്നെ അർഹരിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നത്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ചിലെയും ഏപ്രിലെയും 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 30 മുതലാണ് ഇതിന്റെ വിതരണം തുടങ്ങിയത്. 2 ഗഡുക്കളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് സർക്കാർ ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയത്. ഇത് കൂടാതെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് 5 ഗഡുക്കളായിട്ട് 1600 രൂപ വീതം ആകെ 8000 രൂപയോളമാണ് ഈ സമയത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാന അറിയിപ്പ്, അത് അവധി ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മുതൽ പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ്. അതായത് 2000 രൂപ വീതമുള്ള 2 ഗഡുക്കൾ, അതായത് ആകെ 4000 രൂപ കൈകളിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിൽ വീണ്ടും ഇപ്പോൾ വിതരണം തുടരുകയാണ്. സഹകരണ സംഘങ്ങൾ വഴി തുക കൈപ്പറ്റുന്നവർക്ക് അവധി ദിവസങ്ങളിൽ പണം ലഭിച്ചിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് തിങ്കളാഴ്ച മുതൽ തുക ലഭിച്ചു തുടങ്ങുക. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിഹിതമായിട്ട് 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്നവരുണ്ട്. 2 മാസത്തെ കുടിശ്ശികയായതിനാൽ തന്നെ 200 രൂപ ലഭിക്കുന്നവർക്ക് 400 രൂപയും 500 രൂപ ലഭിക്കുന്നവർക്ക് 1000 രൂപയുമാണ് കേന്ദ്ര വിഹിതമായിട്ട് ക്രെഡിറ്റ് ആകേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. അതായത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഗഡു തുക കൈമാറുന്നത്. അതിനാൽ തന്നെ ആധാറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് തടസ്സമുണ്ടാകില്ലെങ്കിലും പുതുതായിട്ട് ഈ പദ്ധതിയിലേക്ക് ചേരുന്നവർക്ക് ലഭിക്കുന്ന തുകയിലൊക്കെ തന്നെ മാറ്റം വന്നേക്കാം. അതായത് സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് 1500, 1700 അല്ലെങ്കിൽ 1800 ലഭിക്കുമ്പോൾ ബാക്കി തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. നിങ്ങളുടെ ആധാർ ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ ഒരു അക്കൗണ്ടിലേക്ക് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഗഡു എത്തുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും അക്കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി പണം ലഭിക്കാത്തവർ അല്ലെങ്കിൽ അത് കാത്തിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി മാറും. ഏതായാലും വരും ദിവസങ്ങൾ തന്നെ, പ്രത്യേകിച്ചും ഇന്ന് തിങ്കളാഴ്ച മുതൽ തന്നെ ബാക്കിയുള്ളവർക്ക് ഈ തുക ലഭിച്ചു തുടങ്ങുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള 2 മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ ദിവസം ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിച്ചിരുന്നു. ഞായറാഴ്ച അവധി കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാവുകയാണ്. ഇതിനോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയുള്ള വിഷു കിറ്റുകളുടെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് 16 ഇനങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് കൂടി ഈ വിഷു കാലത്ത് വിതരണം ചെയ്യുന്നത്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, 1 കിലോ ശർക്കരപ്പൊടി, ശബരി പായസം മിക്സ്, 100 മില്ലി നെയ്യ്, ജീരകം, കടുക്, 1 കിലോ പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിവയടങ്ങുന്ന 1250 രൂപ വില വരുന്ന കിറ്റ് 1001 രൂപയ്ക്കാണ് സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക. കൂടാതെ സപ്ലൈകോയിൽ നിന്ന് 1000 രൂപയുടെ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ടം കൂപ്പണും ലഭിക്കും. ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള ആ ഒരു സമയപരിധിയിൽ മെഡിക്കൽ സ്റ്റോറുകളും പമ്പുകളും ഒഴികെയുള്ള സപ്ലൈകോ സ്ഥാപനങ്ങളിൽ ഈ കൂപ്പണുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലെ ആ തുക നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ സാധിക്കും. ഇനി ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതത്തിൻ്റെ കാര്യമെടുത്താൽ ഈ മാസത്തെയും അടുത്ത മാസം, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിഹിതം അത് ഒരുമിച്ച് വാങ്ങാനായിട്ട് സാധിക്കും. മെയ് 30-നകം വാങ്ങിയാൽ മതിയാകും എന്നതിനാൽ തന്നെ ഈ മാസം തന്നെ അത് വാങ്ങണമെന്ന് നിർബന്ധവുമില്ല. അങ്ങനെ ഈ 2 മാസങ്ങളിലായിട്ട് മഞ്ഞ കാർഡ് ഉടമകൾക്ക് 60 കിലോ അരിയും പിങ്ക് കാർഡിലുള്ള ഓരോ അംഗത്തിനും 10 കിലോ ഭക്ഷ്യധാന്യവും, അതായത് 8 കിലോ അരി, 2 കിലോ ഗോതമ്പ് എന്നിവ ലഭിക്കും. ഇനി നീല കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ വീതം അരിയും വെള്ള കാർഡ് ഉടമകൾക്ക് ആകെ 10 കിലോ അരിയുമാണ് ലഭിക്കുക. 25 രൂപ നിരക്കിൽ നൽകുന്ന 20 കിലോ അരി ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലഭ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ച പ്രകാരമുള്ള ഈ വിതരണ നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാർഡ് ഉടമകൾക്കും വരും ദിവസങ്ങളിൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൈപ്പറ്റാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,10,680 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില. ഞായറാഴ്ച ഏപ്രിൽ 5-ാം തീയതി പവന് 1440 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 13,835 രൂപയാണ്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.